ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫൈസൽ റഹ്മാൻ. കഴിഞ്ഞ 11 വർഷമായിട്ട് ദുബായിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പല ആളുകളും പല സുഹൃത്തുക്കളുടെ കെയർ ഓഫിലും അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരെല്ലാം തന്നെ ഏതെങ്കിലും ഒരാൾ ഇവിടെ വിസിറ്റിൽ വരുന്ന സമയത്ത് ജോലി ആവശ്യമായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. സോ അവർ പലപ്പോഴും വിളിച്ചിട്ട് ചോദിക്കാറ് ഏതെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടോ, ഏതെങ്കിലും ജോലി വേക്കൻസീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ വിളിച്ചിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഹൗ ടു ബി എ ഗുഡ് പെർഫോമർ ഇൻ മൈ ഇൻ്റർവ്യൂ, കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് ഇതുവരെ ശരിയായിട്ടില്ല, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ വന്ന് കാണുകയോ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഏറ്റവും നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയോ, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ പേടി നമ്മളെ വല്ലാതെ അത് നമ്മളെ സ്വാധീനിക്കും. കാരണം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് തീരുമാനിച്ച അന്ന് മുതൽ മനസ്സിൽ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കണം നമുക്ക്. അതിനെ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ വിജയശ്രീലാളിതരായിട്ട് ആ ജോലി കിട്ടി, അപ്പോയിൻമെൻറ്റ് ലെറ്റർ പോലും കിട്ടിയിട്ട് വരുന്ന രൂപത്തിൽ നമ്മളതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യണം. നേരെ മറിച്ച് ആളുകൾ പലപ്പോഴും ചെയ്യാറ് അതിൻ്റെ ഒരു ബാഡ് സൈഡിനെ കുറിച്ചാണ് ആലോചിക്കുക. ഓക്കെ, ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഇങ്ങനെ അടുക്കുന്തോറും പേടി തോൽക്കുമല്ലോ, എനിക്ക് ഈ ജോലിയും കിട്ടില്ലേ എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. ആ ചിന്ത സ്വാഭാവികമായിട്ടും നിങ്ങളിൽ പേടി വളർത്തും. സോ എപ്പോഴും അതിനെ പോസിറ്റീവായിട്ട് കൊതിയോടുകൂടി കാത്തിരിക്കണം. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് 2009 ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആ ദിനത്തിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ ബാച്ചിലറായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ റൂംമേറ്റ്സിനോടൊക്കെ ഞാൻ പറയായിരുന്നു, എൻ്റെ ലൈസൻസിൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇന്ന ദിവസമാണ്, അന്ന് എനിക്ക് ലൈസൻസ് കിട്ടും, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ലഡു മതിയോ അതോ ബിരിയാണി വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് കാണുമായിരുന്നു. എനിക്കറിയില്ല, ഐ വാസ് ആക്ച്വലി തിങ്കിങ് ഇൻ ദാറ്റ് വേ. ഞാനത് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അന്ന് എനിക്ക് ലൈസൻസ് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാനതിന് പ്രിപ്പയർ ആയി, മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രിപ്പയർ ആയി ആളുകളോട് അത് പറയായിരുന്നു. സോ ആക്ച്വലി എന്ത് സംഭവിച്ചു, എൻ്റെ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. I'm not saying I'm something outstanding. ഇത് നമ്മുടെ വിശ്വാസം, നമ്മൾ അതിനെക്കുറിച്ച് കാണുന്ന പിക്ചർ, നമ്മൾ എന്താണോ ആ ഒരു വരാനിരിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറിയാണോ നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നത് അതോ നെഗറ്റീവായിട്ടാണോ, ഇത് തീർച്ചയായും റിസൾട്ടിനെ ബാധിക്കും. സോ ബേസിക്കായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് പോയിന്റ് ഈ സമയം ഞാൻ പറയാം. ഒന്നാമതായിട്ട്, നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കമ്പനിയെക്കുറിച്ച്, ആ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവറെക്കുറിച്ച്, ആരാണോ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അതുകൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചും അതേപോലെ ആ കമ്പനിയെക്കുറിച്ചും മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഓൺലൈനിൽ എല്ലാം നമ്മുടെ ഗൂഗിൾ അങ്കിളിനോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് ഏതെല്ലാം പ്രൊഡക്ട്സ് എത്ര വർഷമായിട്ട് കമ്പനി നടക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്സ്, ആളുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണ്, ആളുടെ എക്സ്പീരിയൻസ് എന്താണ്, അയാളെക്കുറിച്ച് നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ പേഴ്സണൽ കാര്യവും ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവ്യൂവറെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെടും. ആളുടെ ഇൻട്രസ്റ്റ്, ആളുടെ താല്പര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഫുട്ബോൾ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെങ്കിൽ, നിങ്ങൾക്കതിനുള്ള താല്പര്യമോ ഒന്നും ഇല്ലെങ്കിൽ പോലും അയാളുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അയാളൊരു ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണെന്നുള്ള ഒരു അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുട്ബോളിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ ബി വെരി മച്ച് ഇൻട്രസ്റ്റഡ്. ആൾക്കത് ഇഷ്ടപ്പെടും, ആൾക്ക് മനസ്സിനൊരു കുളിർമ നൽകും. ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു സമയം തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ആകെ മാറ്റിമറിക്കാൻ ഈ ഒരു കാര്യം മതിയാവും. സോ എപ്പോഴും മാക്സിമം റിസർച്ച് നടത്തിയിട്ട് ഇൻ്റർവ്യൂവിന് പോവുക, അബൌട്ട് ദ കമ്പനി ആൻഡ് അബൌട്ട് ദ ഇൻ്റർവ്യൂവർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ ഏറ്റവും നല്ല വേർഷൻ ആയിരിക്കണം, നമ്മുടെ ഏറ്റവും നല്ല പതിപ്പിൽ വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ. ഓക്കെ, അതായത് നമ്മുടെ കല്യാണത്തിന് നമ്മളെങ്ങനെയാണ് ഒരു പുതുപെണ്ണ് അല്ലെങ്കിൽ ഒരു ചെക്കൻ നല്ല മൊഞ്ചനായിട്ട്, നല്ല മൊഞ്ചത്തിയായിട്ട് അല്ലേ ഡ്രസ്സപ്പ് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുക കല്യാണത്തിന്. അതേപോലെ സ്വർണം ധരിച്ച് മാല ധരിച്ച് നിൽക്കണമെന്നല്ല, പക്ഷേ നല്ലപോലെ നമ്മുടെ ഫേഷ്യലോ ചെയ്യണമെങ്കിൽ ഫേഷ്യൽ ചെയ്യുക, നല്ലപോലെ വൃത്തിയായിട്ട് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും നല്ല അപ്പിയറൻസിൽ വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ 10 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 10 സെക്കൻഡിൽ തന്നെ കയറി വരുന്ന ആളെക്കുറിച്ചുള്ളൊരു പിക്ചർ ഇൻ്റർവ്യൂ ബോർഡിന് കിട്ടും. സോ ആ 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വേർഷനാണ്, നിങ്ങളുടെ ലുക്കാണ്. ആ ലുക്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധ പതിപ്പിക്കുക. നല്ല വസ്ത്രവും നല്ല വൃത്തിയിലും വെടിപ്പിലും മുടിയൊക്കെ വെട്ടി താടിയൊക്കെ നന്നാക്കി, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അതിൻ്റെ നല്ല കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ. പിന്നെ
ഇൻ്റർവ്യൂവിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഷേക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ, ഇപ്പോൾ ഞാനാണ് ഇൻ്റർവ്യൂവിന് ഒരു ജോലി നോക്കി പോകുന്ന ആളെങ്കിൽ കയറി വരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് ഷേക്ക് ഹാൻഡിന് പ്രപ്പോസ് ചെയ്യാം. എന്നാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അത് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ പാനലാണ്. അപ്പോൾ ഓക്കെ സാർ ഐ എം ഗോയിങ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം നമ്മൾ അവിടെ കൊടുക്കുക. അല്ലാത്ത പക്ഷം വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദ ഷേക്ക് ഹാൻഡ്. എന്താ വെൻ യു ആർ എൻറ്ററിങ് ടു ദ ഇൻ്റർവ്യൂ ഹാൾ, യു ആർ ദ വൺ ഹു ആർ ഗിവിങ് ദാറ്റ് ഷേക്ക് ഹാൻഡ്. മാത്രമല്ല, നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അത് 2 or 3 times മാത്രം ഷേക്ക് ചെയ്താൽ മതി. ഒരുപാട് തവണ ഇങ്ങനെ പിടിച്ച് കുലുക്കാൻ പാടില്ല. അതും നല്ലതല്ല. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഫീൽ സോ അത് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു സംഗതി, നമ്മൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇൻ്റർവ്യൂ കഴിയുന്നില്ല. ഇൻ്റർവ്യൂയുടെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് താങ്കിങ് ഇമെയിൽ അയക്കുക എന്നുള്ളത്. ആളുകളെ സെലക്ട് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്തു, 90% ആളുകൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം ഒരു പക്ഷേ ഈ താങ്കിങ് ഇമെയിൽ അയക്കുക എന്നുള്ളത്. ആരാണോ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തത് അവരുടെ ഒരു വിസിറ്റിംഗ് കാർഡ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ വാങ്ങണം. എന്നിട്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു താങ്കിങ് ഇമെയിൽ പോകുക എന്നുള്ളത് ദാറ്റ് ഈസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഫോർ യു. സോ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ച് നല്ലൊരു പിക്ചർ, നല്ലൊരു ചിന്ത, നല്ലൊരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ പലപ്പോഴായിട്ട് നിങ്ങളുടെ മനസ്സിനെ അത് ഒരു സിനിമ പോലെ കാണാൻ ശ്രമിക്കാം. ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സപ്പ് ചെയ്ത് നല്ല അടിപൊളി കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് വിജയശ്രീലാളിതനായിട്ട് വരുന്നു, നല്ലപോലെ പെർഫോം ചെയ്യുന്നു എന്നുള്ള ആ ഒരു സീൻ, ആ ഒരു തിരക്കഥയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലിങ്ങട്ടം പലവട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അത് ഗുണം ചെയ്യും. നേരെ മറിച്ച് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഈ ജോലി എനിക്ക് കിട്ടുമോ, അങ്ങനെയുള്ളൊരു വിഷമം, അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ട് വരികയും സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂ ഹാളിൽ എത്തുമ്പോഴേക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ട്രെയിൻ ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ ഓൾ ദ ജോബ് സീക്കേഴ്സ് ആൻഡ് ഓൾ ദോസ് ഹു ആർ ഗോയിങ് ഫോർ ഇൻ്റർവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ്.